ഇന്ന് വിദ്യാർത്ഥികളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അതിര് കടന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗം. ഇതിന് പിന്നിൽ ആക്ച്വലി പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന ഒരു നാഡീയ പ്രേക്ഷകമാണ്. ഡോപ്പമിൻ നമ്മുടെ ബ്രെയിൻ നിർമ്മിക്കുന്ന ഒരു ഫീൽ ഗുഡ് കെമിക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ, റീൽസ് കാണുമ്പോൾ, അതേപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും ഈ ഡോപ്പമിൻ നല്ല രീതിയിൽ ബ്രെയിനിൽ റിലീസ് ചെയ്യും. ഇത് നമുക്ക് ഒരു സന്തോഷവും ഉന്മേഷവും നൽകും. അതെ, ഇത് തന്നെയാണ് പ്രശ്നം. അതായത് റീൽസ്, ഗെയിംസ്, അതേപോലെ സോഷ്യൽ മീഡിയ തുടങ്ങിയവ തുടർച്ചയായി പെട്ടെന്നുള്ള ഡോപ്പമിൻ റിലീസ് നമുക്ക് നൽകും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഈ സന്തോഷം തേടി തുടങ്ങും. അങ്ങനെ അല്പനേരം എന്ന ചിന്തയിൽ മുഴുവൻ സമയവും ഫോൺ കൊണ്ടുപോകും. ഇനി ഫോൺ എടുത്ത് വെച്ച് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ ലഭിക്കുന്നതിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതിനാൽ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണിൽ നോക്കാനുള്ള ഒരു പ്രവണത കൂടിക്കൂടി വരും. ഇത് കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയാനും കാരണമാകും. ഈ ഒരു കാര്യം മനസ്സിലാക്കി വേണം ഇനി നിങ്ങൾ പഠിക്കാനിരിക്കാൻ. അതുകൊണ്ട് തന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഓഫ് ചെയ്തിടണം നിർബന്ധമായിട്ടും. മൊബൈൽ ഫോൺ ഉപയോഗം നിങ്ങൾ പറ്റുന്നിടത്തോളം കുറയ്ക്കുക പഠിക്കുന്ന സമയങ്ങളിൽ നിർബന്ധമായിട്ടും എന്ന് ഞാൻ പറയും. ഓർക്കുക, ഫോൺ എന്ന് നമുക്ക് വെറും ഒരു ഉപകരണം മാത്രമാണ്. അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത്.